അഗതികൾക്ക് ഫുട്ബോൾ ആവേശം പകർന്ന KVM സ്കൂളിലെ കുരുന്നുകൾ. തേവലക്കര കർമ്മൽ സ്നേഹനിലയത്തിലെ അന്തേവാസികൾക്കൊപ്പമാണ് സ്കൂളിലെ 10 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചത്. സൗഹൃദ സംഗമവും നടത്തി. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് കാൽപന്ത് കളിയുടെ ആനന്ദം പകർന്നു നൽകി തേവലക്കര KVM സ്കൂളിലെ കുരുന്നുകൾ. തേവലക്കര കർമ്മൽ സ്നേഹനിലയത്തിലെ 60-ലധികം വരുന്ന അന്തേവാസികൾക്കൊപ്പമാണ് സ്കൂളിലെ 10 വയസ്സിന് താഴെയുള്ള 50ഓളം കുട്ടികൾ ഫുട്ബോൾ മത്സരവും സൗഹൃദ സംഗമവും സംഘടിപ്പിച്ചത്. നമ്മുടെ യുവതീ-യുവാക്കന്മാർ ഇന്ന് സമൂഹത്തിൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുകയും അവർ ജീവിതത്തിൽ നിന്ന് തന്നെ കുറച്ചു നീക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ലഹരിക്ക് അടിമപ്പെട്ടുള്ളവരെ പൂർണ്ണമായി ഇതിൽ നിന്ന് വിമുക്തമാക്കുവാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഈ ജീവിതം ധന്യമായി എന്ന് നമുക്ക് വിശ്വസിക്കാം. ലഹരിയുടെ ഇന്ന് വ്യത്യസ്തമായ മേഖലയിലായിരിക്കണം നമ്മുടെ ലഹരി. ഒന്ന്, നമ്മുടെ വായനയിൽ നമുക്ക് ലഹരി നമുക്കെടുക്കാം. അതുപോലെ നമുക്കറിയാം, ഫുട്ബോളിന്റെ ഏറ്റവും പീക്ക് ടൈമിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. കഴിഞ്ഞ ദിവസം മെസ്സി ഗോളടിച്ചതിൽ അഭിമാനത്തോടു കൂടിയൊക്കെയാണ് കേരളത്തിലെ പ്രിയപ്പെട്ടവർ ഒരുപാട് പേര്. ഇന്നിവിടെ KVM സ്കൂളിലെ കുഞ്ഞുങ്ങൾ വിവിധ രാജ്യങ്ങളുടെ ജേഴ്സി അണിഞ്ഞ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. തീർച്ചയായിട്ടും അവരും വളരെ സന്തോഷത്തിന്റെ നിർവൃതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ കർമ്മൽ സ്നേഹനിലയം എന്ന ഈ സ്ഥാപനം സമൂഹത്തിൽ വിവിധ മേഖലയിൽ ലഹരിക്ക് അടിമപ്പെട്ട് സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് പലരാലും തള്ളപ്പെട്ട് ഉപേക്ഷിക്കപ്പെട്ട പലരും ഇന്ന് ഇവിടെ പ്രിയപ്പെട്ട മനോജച്ചന്റെയും പ്രിയപ്പെട്ട ഡോക്ടറുടെയും ഷാജി തരകനോകളുടെ ഒക്കെ നേതൃത്വത്തിൽ ഈ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് വേണ്ട നല്ല സഹായങ്ങൾ കൊടുത്ത് മനുഷ്യ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ അവർക്ക് സാധിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷമാണ്. ടെലിവിഷൻ സ്ക്രീനുകളിൽ മാത്രം കണ്ടുപരിചയിച്ച ഫുട്ബോൾ മത്സരങ്ങൾ നേരിട്ടനുഭവിക്കാൻ അന്തേവാസികൾക്ക് അവസരമൊരുക്കുക എന്നതായിരുന്നു വേറിട്ട കൂട്ടായ്മയുടെ ലക്ഷ്യം. തങ്ങൾക്കിഷ്ടപ്പെട്ട വിവിധ രാജ്യങ്ങളുടെ ജേഴ്സികൾ അണിഞ്ഞ മൈതാനത്തിറങ്ങിയ കുട്ടികൾ സ്നേഹനിലയത്തിലെ അന്തേവാസികൾക്കും ജേഴ്സികൾ സമ്മാനമായി നൽകി. സംസ്ഥാന സർക്കാരിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിനായ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി ലഹരിക്കെതിരെ ഒരു ഗോൾ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് കുട്ടികൾ കളിമുറ്റത്തെത്തിയത്. ഫാദർ മനോജ് കോശി വൈദ്യൻ പന്ത് തട്ടി മത്സരം ഉദ്ഘാടനം ചെയ്തു. ദൈവനാമത്തിൽ സ്നേഹവന്ദനം. തേവലക്കര ചേന്നങ്കരമുക്കിൽ പ്രവർത്തിച്ചു വരുന്ന KVM സ്കൂളിലെ അധ്യാപകരും 10 വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികളുമാണ് ഇന്ന് കർമ്മൽ സ്നേഹനിലയം വാർദ്ധക്യകാല ശുശ്രൂഷാ കേന്ദ്രത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ലോകമെമ്പാടും ഫുട്ബോളിൻ്റെ ലഹരിയിൽ ആനന്ദിക്കുമ്പോൾ ഇവിടെ പാർക്കുന്ന പ്രിയപ്പെട്ടവർ, അവരെക്കുറിച്ച് പറയുമ്പോൾ തെരുവോരങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് പോലീസുകാർ കൊണ്ടുവന്ന് നമ്മളെ ഏൽപ്പിക്കുന്ന പ്രിയപ്പെട്ടവരാണ്. നമ്മളെപ്പോലെ സ്വാഭാവികമായ ബുദ്ധിയോ ശക്തിയോ ആരോഗ്യമോ ഇല്ലാത്ത അവരെ പരിചരിക്കുന്ന ഈ സ്ഥലത്തേക്ക് KVM സ്കൂൾ ഇങ്ങനെയുള്ള അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഫുട്ബോളിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച്, ഫുട്ബോളിൻ്റെ ലഹരിയെക്കുറിച്ച് അവരോടൊപ്പം സംസാരിക്കുകയും അവരോടൊപ്പം കളിക്കുകയും ചെയ്തുകൊണ്ട് ആ ഒരു ലഹരി സ്നേഹനിലയത്തിലെ പ്രിയപ്പെട്ടവർ കൂടി പ്രദാനം ചെയ്തിരിക്കുന്ന ഒരു സന്തോഷ സുന്ദര നിമിഷമാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. കുട്ടികളോടൊപ്പം ചേർന്ന് അന്തേവാസികളും ആവേശത്തോടെ കാൽപന്ത് തട്ടി. ആരോരുമില്ലാത്ത അന്തേവാസികളുടെ മനസ്സിലേക്ക് ഫുട്ബോളിലൂടെ സന്തോഷവും പ്രത്യാശയും പകർന്നു നൽകാൻ കുട്ടികൾക്ക് കഴിഞ്ഞത് വലിയൊരു പുണ്യപ്രവൃത്തിയാണെന്ന് ഫാദർ മനോജ് കോശി വൈദ്യൻ അഭിപ്രായപ്പെട്ടു. കുരുന്നുകളുടെ കാരുണ്യസ്പർശം പ്രദേശവാസികളുടെയും ഹൃദയം കവരുകയാണ്. സ്കൂൾ മാനേജർ അൻസാർ റഷീദ്, സ്കൂൾ കോർഡിനേറ്റർ സാജിറ, അധ്യാപകരായ മഞ്ജു, മാജിദ, ഫൗസി, വാർഡ് മെമ്പർ വർഗീസ് തരകൻ, ഡോക്ടർ ജിനു മാത്യു വൈദ്യൻ, ഷാജി തരകൻ അലക്സ്, സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ലോകമെങ്ങും ഫുട്ബോളിന്റെ ആരവം നിറഞ്ഞാടുന്ന ഈ വേളയിൽ KVMലെ കുഞ്ഞുമക്കളും അധ്യാപകരും ഇന്ന് എത്തി നിൽക്കുന്നത് സ്നേഹനിലയം എന്ന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലാണ്. ഞങ്ങളിവിടെ എത്തിയപ്പോൾ കുഞ്ഞുങ്ങൾക്കും അച്ഛനമ്മമാർക്കും വളരെ സന്തോഷമാണ് ഉണ്ടായത്. അവർക്കൊപ്പം ഒരു മാച്ച് കളിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എത്തിച്ചേർന്നത്. അതോടൊപ്പം തന്നെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന തൂഫാൻ എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് ലഹരിക്കെതിരെ ആ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് കൂടിയാണ് നമ്മളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അച്ഛനമ്മമാർ ഈ കുഞ്ഞുങ്ങളോടൊപ്പം പന്ത് തട്ടിയും കളിച്ചും അവരുടെ പഴയ കാലത്തിലേക്ക് തിരിച്ചു പോയതായി അവരെ കണ്ണുകളിലൂടെ ഞങ്ങൾക്കറിയാൻ സാധിച്ചു. ഓരോ പേരക്കുട്ടികളെയും അവരുടെ വീടുകളെയും ഓരോ അച്ഛനമ്മമാരും ഓർത്തിട്ടുണ്ടാവണം. അതായിരിക്കാം അവരുടെ കണ്ണുകളെ ഇത്രയും ഈറനണിയിച്ചിട്ടുണ്ടായിരിക്കുക. ന്യൂസ് ബ്യൂറോ, ചവറ.